എണീറ്റേ, വാ, സമയം 7ആയി. ഇന്ന് പരീക്ഷയില്ലേ? അപ്പാ കുറച്ചു നേരം കൂടി പ്ലീസ്. ഇന്നലെ നേരത്തെ കിടന്നിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നാ? വാ, കുരിശ് വരച്ചിട്ട് എണീക്ക്. അപ്പൊന്ന് വെറുതെ ഇരിക്കാമോ? എപ്പോഴും ഉപദേശം. മോളെ, പരീക്ഷ ഉള്ള ദിവസം വൈകാൻ പാടില്ല. വന്നേ. എന്നെ തൊടണ്ട, എന്ത് ശല്യമാണിത്. 4-ാം പ്രമാണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. എടി, ഇന്ന് പരീക്ഷയല്ലേ? അതെ, പക്ഷെ ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്നേ. പിന്നെ എങ്ങനെയാണ് പാസ്സാവാൻ പോണത്? അറിയില്ല, നല്ല പേടിയുണ്ടെന്നാലും. ഞാൻ പറയുന്നൊരു സൂത്രം ചെയ്താൽ പാസ്സാവും. അതെന്താ? നമ്മുടെ സ്കൂളിന്റെ മുമ്പിലുള്ള ഈശോയുടെ പ്രതിമ കണ്ടിട്ടില്ലേ? ഇത് ഇങ്ങനെ നിൽക്കണത്. ആ, കണ്ടിട്ടുണ്ടല്ലോ. ഒരു പേപ്പർ ബോൾ ഉണ്ടാക്കാം, എന്നിട്ട് ഈശോയുടെ കൈ കൃത്യമായിട്ട് എറിഞ്ഞു വിളിച്ചാണ്ടല്ല, നീ പരീക്ഷ പൊളിക്കും. ശരിക്കും? ഞാൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ലേ ചെയ്തത്, നല്ല മാർക്കും കിട്ടി. 1-ാം പ്രമാണം. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 2-ാം പ്രമാണം. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. ദൈവത്തെ ആരാധിക്കണം. അന്ധവിശ്വാസവും ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രവൃത്തികളും ഒഴിവാക്കണം. അയ്യോ, ഇതൊന്നും എനിക്കറിയില്ലല്ലോ. എന്താ അവിടെ? നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? അല്ല ടീച്ചർ, ഞാൻ വെറുതെ നോക്കിയതാണ്. നോക്കിക്കോ, കോപ്പിയടി കണ്ടാൽ പേപ്പർ പിടിച്ചെടുക്കും. നിനക്ക് പേടിയില്ലേ? പിടിക്കാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല, പിന്നെ എന്തിനു പേടിക്കണം? 8-ാം പ്രമാണം. കള്ളസാക്ഷ്യം പറയരുത്. സത്യം പറയുക. വഞ്ചനയും കള്ളവും ഒഴിവാക്കുക. അയ്യോ, ആ ഉപമയാണല്ലോ. ഞാൻ പോയി എഴുന്നേപ്പിക്കട്ടെ? ഒന്ന് പോയിക്കേടി, വേറെ ആരെങ്കിലും സഹായിച്ചോളും. പുള്ളിക്ക് എഴുന്നേക്കാൻ പറ്റുമല്ലോ. നീ എന്തിനാണ് എല്ലാത്തിലും കയറി ഇടപെടുന്നത്? നമുക്ക് വേഗം വീട്ടിലെത്തി കളിക്കാൻ കൂടുതൽ സമയം കിട്ടോട്ടാ. 5-ാം പ്രമാണം. കൊല്ലരുത്. മനുഷ്യജീവനെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നന്മ ചെയ്യാൻ കഴിയുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നതും സ്നേഹത്തിൻ്റെ കുറവാണ്. സംസ്ഥാനത്ത് വീണ്ടും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ലഹരിയുടെ സ്വാധീനത്തിൽ ചില വിദ്യാർത്ഥികൾ സ്കൂൾ ബസ് അടിച്ചു തകർക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. അപ്പാ, ഇവർ ഇതെന്തിനാ ചെയ്യുന്നത്? മോളെ, ലഹരി മനുഷ്യൻ്റെ ചിന്തിക്കാനുള്ള കഴിവ് നശിപ്പിക്കും. ശരീരവും മനസ്സും കുടുംബവും എല്ലാം അതുകൊണ്ട് നശിക്കും. അവർക്കറിയില്ലേ ഇത് തെറ്റാണെന്ന്? ആരംഭത്തിൽ പലരും ഒരിക്കൽ മാത്രം പരീക്ഷിക്കാമെന്ന് കരുതും, പക്ഷേ പിന്നീട് അതിന് അടിമകളാവും. 6-ാം പ്രമാണം. വ്യഭിചാരം ചെയ്യരുത്. ദൈവം നൽകിയ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമായി സൂക്ഷിക്കുക. ദുശീലങ്ങളും ലഹരികളും അശുദ്ധമായ ചിന്തകളും പ്രവൃത്തികളും ഒഴിവാക്കുക. ഞാനൊന്ന് അപ്പനെ വേദനിപ്പിച്ചോ? പേപ്പർ ബോൾ അറിഞ്ഞു നോക്കായിരുന്നു. കോപ്പി അടിച്ചാലും പിടിച്ചില്ലെങ്കിൽ പിന്നെന്താ കുഴപ്പം? ആ അപ്പൂപ്പനെ ഹെൽപ്പ് ചെയ്തില്ല. ഈ കോൺഫിഡൻസ് എൻ്റെ മനസ്സിൽ വരുന്നത് 10 പ്രമാണങ്ങൾ പാലിക്കണമെന്ന് കാറ്റീസം ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ടാണ്.
ഞാൻ മോശ. മോശയാ? ആ റെഡ് സീ സ്പ്ലിറ്റ് ചെയ്തത് 10 കമാൻഡ്മെന്റ്സ് ആ മോശയാണ്. എക്സാക്ട്ലി. അപ്പോൾ ഈ 10 കൽപ്പനകൾ കൊണ്ടുവന്നത് നിങ്ങളാണോ? കറക്ഷൻ, ഞാനല്ല, ദൈവം തന്നു. ഞാൻ ഡെലിവറി ബോയ് മാത്രം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഷൂട്ട്. ഈ കമാൻഡ്മെന്റ്സ് എന്തിനാ? എപ്പോഴും ഡോണ്ട് ഡു ദിസ്, ഡോണ്ട് ഡു ദാറ്റ്, അതൊക്കെ എൻ്റെ ഫ്രീഡം എടുത്ത് കളയുക. നീ മൊബൈൽ ഗെയിംസ് കളിക്കാറുണ്ടോ? പബ്ജി അല്ല, പക്ഷേ ഫ്രീ ഫയർ, ഫിഫ, FA, മൈൻക്രാഫ്റ്റ് കുറെ കളിക്കും. ഗെയിംസിൽ ചീറ്റ് കോഡ്സ് കേട്ടിട്ടുണ്ടല്ലോ. ഓഫ് കോഴ്സ്, ചീറ്റ് കോഡ്സ് കിട്ടിയാൽ ഓരോ ലെവൽസ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. എക്സാക്ട്ലി. ഈ 10 കമാൻഡ്മെന്റ്സ് ദൈവത്തിന്റെ ചീറ്റ് കോഡ്സ് ആണ്. ചീറ്റ് കോഡ്സ്? സീരിയസ്ലി? യെസ്. ഗെയിംസ് ജയിക്കാൻ ചീറ്റ് കോഡ്സ് വേണം, ലൈഫിൽ ജയിക്കാൻ കമാൻഡ്മെന്റ്സ് വേണം. പക്ഷേ റൂൾസ് ഇല്ലാത്ത ജീവിച്ചാൽ കൂടുതൽ ഫണ്ണല്ലേ? റിയലി? ഫുട്ബോൾ കളിക്കുമ്പോൾ ഇമാജിൻ ദർ ഇസ് നോ റെഫറി, നോ റൂൾസ്. അപ്പോൾ കളി എങ്ങനെ ഉണ്ടാവും? അയ്യോ, ഫുൾ സീനായിരിക്കും. റോഡിൽ സിഗ്നൽ ഇല്ല, സ്പീഡ് ലിമിറ്റ് ഇല്ല, എല്ലാവരും ഇഷ്ടമുള്ള പോലെ ഡ്രൈവ് ചെയ്താൽ ആക്സിഡന്റ്. അതുപോലെ റൂൾസ് ഇല്ലാത്ത ജീവിതം ഫ്രീഡം അല്ല, ഡിസാസ്റ്റർ. അപ്പോൾ 10 പ്രമാണങ്ങൾ പണിഷ്മെന്റ് അല്ലല്ലേ? നെവർ. വൺ മോർ തിങ്, നീ എറ്റേണൽ ലൈഫിനെ പറ്റി പഠിച്ചല്ലോ. യെസ്. ഗെയിംസിൽ ഫൈനൽ ലെവൽ ഉണ്ടല്ലോ, ലൈഫിലും അങ്ങനെ തന്നെ. ഗോഡ് വാണ്ട്സ് എവ്രി വൺ ടു റീച്ച് ഹെവൻ. ഈ 10 പ്രമാണങ്ങൾ അവിടേക്കുള്ള ഗൂഗിൾ മാപ്പാണ്. റിമെമ്പർ ദിസ്, കമാൻഡ്മെന്റ്സ് ആർ നോട്ട് ചെയിൻസ്, ദേ ആർ ദ കീസ് ടു ഫ്രീഡം. ദേ ആർ നോട്ട് റൂൾസ് ടു റെസ്ട്രിക്റ്റ് യുവർ ലൈഫ്, ദേ ആർ ഗോഡ്സ് റോഡ് മാപ്പ് ടു ഇറ്റേണൽ ലൈഫ്. മോളെ എഴുന്നേൽക്ക്, സമയം 7 ആയി. Good morning, Appa. Thank you for calling on time.